കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര സംസ്ഥാന ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്രം നിലപാടെടുക്കുകയായിരുന്നു. നേരത്തെ വാഗ്ദാനം ചെയ്ത 13,890 കോടി മാത്രമേ അനുവദിക്കാനാവൂ എന്ന നിലപാട് കേരളത്തെ കേന്ദ്രം അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ചർച്ച സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത്. കേരളത്തിന്റെ ഹർജി അത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഈ ചർച്ച പരാജയപ്പെട്ടത്? കേന്ദ്രം അനുനയത്തിനില്ല, സമവായത്തിനില്ല, നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, അതാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും വിജയകുമാർ, കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇതിനു മുൻപ് ഒരു ചർച്ച കേരളവും കേന്ദ്രവും ഈ വിഷയത്തിൽ നടത്തിയത്. പക്ഷെ അന്നും ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ആ നിലപാട് കേന്ദ്രം അന്ന് സ്വീകരിച്ച നിലപാട് കേരളം കോടതിയെ അറിയിക്കുകയും വിശദമായ വാദം ഈ കഴിഞ്ഞ തവണ സുപ്രീം കോടതി കേൾക്കുകയുമുണ്ടായി. വീണ്ടും അങ്ങനെയാണ് ഈ 13,608 കോടി കടമെടുക്കുവാനുള്ള അനുമതി അത് സുപ്രീം കോടതി കേരളത്തിന് നൽകുന്നത്. എന്തായാലും അതിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് നടന്ന ചർച്ചയിൽ ആ 13,608 കോടി രൂപ നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കാമെന്ന് കേന്ദ്രം അറിയിച്ചു. പക്ഷേ അതേ സമയത്ത് അധിക തുക കടമെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കേന്ദ്രം ഇപ്പോഴും യോജിപ്പ് അറിയിച്ചിട്ടില്ല. വിയോജിച്ചുകൊണ്ട് തന്നെയാണ് തുടരുന്നത്. അതായത് 19,370 കോടി രൂപ അധിക കടമെടുപ്പ് കേരളം ആവശ്യപ്പെട്ടെങ്കിലും ആ കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. അതായത് പ്രധാനമായും ഈ ചർച്ച നടത്തിയത് തന്നെ ഈ ഒരു അധിക തുക സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിൽ എത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ അത് ഇതുവരെയും ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ചീഫ് സെക്രട്ടറി അല്പം മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് നടന്ന കാര്യങ്ങൾ, ചർച്ചയിലുണ്ടായ കാര്യങ്ങൾ അത് സുപ്രീം കോടതിയിൽ അറിയിക്കും. അതിനുശേഷം ബാക്കി നടപടികൾ എന്താണോ അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിന് മാത്രമായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ. ഇത് രാജ്യത്ത് മുഴുവൻ ബാധകമാകുന്ന തരത്തിലെ പരിഗണിക്കാൻ കഴിയൂ. അതുകൊണ്ട് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഉചിതം. അതുകൊണ്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ അല്ലെങ്കിൽ കേന്ദ്രത്തോടും കേരളത്തോടും ആവശ്യപ്പെട്ടു. അങ്ങനെ 2ഓ 3ഓ വട്ട ചർച്ച ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു നിയമ പ്രശ്നമായി മാറും. അങ്ങനെ കോടതി തീരുമാനമെടുക്കേണ്ടി വരും എന്ന നിലയിലേക്കാണോ പോകുന്നത്? അതോ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ? വിജയകുമാർ, ഈ സങ്കീർണതകളുണ്ട്. കാരണം ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി അറിയിച്ചത് ഈ ധനനയത്തിലൊക്കെ ഇടപെടാൻ സുപ്രീം കോടതിക്ക് തന്നെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ സാധ്യതകൾ ഇരു കൂട്ടർക്ക് മുൻപിലേക്ക് തുറന്നത്. കാരണം ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചാൽ അതായിരിക്കും ഏറ്റവും ഗുണകരമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം പോലും. ആ ഒരു ഘട്ടത്തിലാണ് ഈ 2 ചർച്ചകൾ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടന്നത്. അതിൽ 2ാമത്തെ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ കേരളം പറയുന്നത് ഈ ലഭിക്കേണ്ട, അതായത് അർഹതപ്പെട്ട ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത്. അതിൽ കൂടുതലൊന്നും തന്നെ കേരളം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കേരളം സുപ്രീം കോടതിയിലും അല്ലാതെയും വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ. എന്തായാലും ആ കാര്യങ്ങളിൽ കേന്ദ്രം ഒരു അനുകൂല നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഈ 13,608 കോടി അധിക കടമെടുപ്പ് നൽകാമെന്ന് ആദ്യത്തെ ഘട്ട ചർച്ചയിൽ അറിയിച്ചെങ്കിലും അന്ന് കേന്ദ്രം മുന്നോട്ട് വെച്ച നിബന്ധന ഹർജി പിൻവലിക്കണമെന്നൊരു ആവശ്യമായിരുന്നു. അത് ഈ കഴിഞ്ഞ തവണ വാദം കേട്ടപ്പോൾ കേരളം അത് സുപ്രീം കോടതി അറിയിക്കുകയും സുപ്രീം കോടതി അന്ന് കേന്ദ്രത്തിനെതിരായ ഒരു വിമർശനം രേഖപ്പെടുത്തിയിരുന്നു. അതായത് സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച കോടതിയെ സമീപിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് തടയാൻ ഒരിക്കലും സുപ്രീം കോടതിക്ക് കഴിയില്ല. ഒപ്പം ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇനി ഈ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ കേരളത്തിന്റെ ഹർജി ഒരു കാരണവശാലും ഈ ചർച്ചയെ ബാധിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എന്തായാലും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ ചർച്ച നടന്നതും. പക്ഷേ ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സങ്കീർണതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുമെന്നതിൽ സംശയമില്ല. സുപ്രീം കോടതിയെ സംബന്ധിച്ചും ഈ കാര്യത്തിൽ ഇനി ഒരു കടുത്ത നടപടിയോ അല്ലെങ്കിൽ എന്താണ് ഇനി അത് കോടതിയുടെ മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ്. 13,608 കോടി അത് നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു. അതിനപ്പുറത്തേക്ക് തൽക്കാലം അനുവദിക്കാനാവില്ല എന്നാണ് കേന്ദ്രം ഇന്ന് കേരളത്തെ ഈ ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചത്. ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ കേരളം സുപ്രീം കോടതി അറിയിക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇനിയും തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അച്യുതനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.